നമസ്കാരം. ഇന്നലത്തെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വാർത്താ വിശകലന വീഡിയോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിശകലനമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ചില വാർത്തകൾ നമ്മളൊന്ന് മൈൻഡ് ചെയ്യേണ്ടതുണ്ട്, നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് 24ന്റെ ന്യൂസ് റിപ്പോർട്ടർക്കെതിരെ കേരള പോലീസ് എടുത്ത ഒരു കേസാണ്. മുഖ്യമന്ത്രിക്കെതിരെ റബ്ബർ ഷൂ എറിഞ്ഞ കേസിൽ കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചന, വധശ്രമം എന്നീ വകുപ്പുകൾ പെടുത്തിയാണ് വിനിത വിജി എന്ന 24 ന്യൂസിന്റെ റിപ്പോർട്ടർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം, തോന്നിയാസം എന്നൊക്കെ പറയിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 24 ന്യൂസിന്റെ ചീഫ്, സഹപ്രവർത്തകർ എല്ലാവരും ഈ ഒരു കേസിനെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിരോധിക്കുമെന്നുള്ളതാണ് അവരുടെ ചില സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് മനസ്സിലായത്. അതിന്റെ ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പിലേക്ക് പോവുകയാണ്. ഏതൊരു വാർത്താ വിശകലനം, ഏതൊരു മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന സമയത്തും ഇന്നത്തെ ദിനം ഈ ഒരു കാര്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വിനീത വിജി ഒറ്റയ്ക്കായിരിക്കില്ല ഈ കേസിൽ പോകുന്നത്. വി ഡി സതീശൻ പറഞ്ഞോലല്ല, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരല്ല. ഞങ്ങൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരികയും അവിടെ കിടക്കും. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ഈ സർക്കാരിനോട് പറയാനുള്ളൂ. അതായത് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അവരെ ഞങ്ങൾ ആലോചിച്ച് ഡ്യൂട്ടിയിലിട്ട് ഒരു സ്ഥലത്ത് പോയി ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഈ കടയടച്ചിട്ട് വീട്ടിൽ പോകും. അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. മാത്രമല്ല, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പോകുന്ന വഴി വളരെ മോശപ്പെട്ട വഴിയാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ നീതിന്യായാസനത്തിൻ്റെ സഹായം തേടും. ഞങ്ങൾക്ക് നീതി അവിടെ ലഭിക്കും, കോടതി ലഭിക്കും. ഈ പോലീസ് സേനയല്ലേ പെരുമ്പാവൂരിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി മജിസ്ട്രേറ്റ് ചോദിച്ച ഒരു ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞു? ഒരു യഥാർത്ഥത്തിൽ ഈ 308 അവരിട്ടപ്പോൾ, IPC 308 ഇട്ടപ്പോൾ ഇത് വധശ്രമത്തിനുള്ള വകുപ്പ് ഇതിൽ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കേരള പോലീസിന് മറുപടി ഉണ്ടായോ? പണ്ട് റൺ ബേബി റൺ എന്ന മോഹൻലാൽ ചിത്രത്തിലെ ചാനൽ ക്യാമറമാനായിട്ടുള്ള മോഹൻലാൽ സംഘർഷം ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ഒരു ഷൂ എടുത്ത് എറിയുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും ഈ ഒരു അറസ്റ്റ് നടപടിയിലേക്ക് അവർ പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും പരമ പരിതാപകരം എന്നുള്ളതേ പറയാനുള്ളൂ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ വെല്ലുവിളി എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതിനകത്ത് ശ്രീകണ്ഠൻ നായർ മെൻഷൻ ചെയ്തുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം പ്രവർത്തകർക്ക് എല്ലാ ഊർജ്ജവും നൽകുന്നതിന് വേണ്ടി പ്രവർത്തകർക്കെതിരെ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ള ഗൺമാൻ, ബാക്കിയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ, അവരിൽ ഓരോ ആളുകളുടെയും വീടും അഡ്രസ്സും ഒക്കെ അറിയാം. അക്രമം ഇങ്ങടേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ചും അങ്ങടേക്ക് ഉണ്ടാവും, അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള ചില വെല്ലുവിളികളാണ് അദ്ദേഹം നടത്തിയത്. ഒരു കുഞ്ഞ് പേപ്പർ പോലും ചുരുട്ടി എറിയരുത് എന്ന് ആദ്യഘട്ടത്തിൽ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ അങ്ങനെ ഇല്ല എന്നുള്ള തുറന്നുള്ള പ്രഖ്യാപനമാണ് ആദ്യ ദിന പ്രതിഷേധത്തിൽ കാണാനായിട്ട് സാധിച്ചത്. പാവപ്പെട്ട കുഞ്ഞുങ്ങളെ, ആരാന്റെ മക്കളെ റോഡിലിട്ട് തല്ലിച്ചടയ്ക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന സാഡിസ്റ്റ് മനസ്സുള്ള, ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. എന്നിട്ട് ക്രിമിനലുകളായ ആളുകളെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ വെച്ച് മുമ്പിൽ എസ്കോർട്ടിൽ മാരകായുധങ്ങൾ കൊടുത്ത് അവർ വീശി വഴിയരികിൽ നിൽക്കുന്ന ആളുകളെ അടിച്ച്, കൂടാതെ ക്രിമിനലുകളെ കൊണ്ട് ആക്രമിച്ചു നടത്തും. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇവരെ ശാന്തരാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു കടലാസ് പോലും ചുരുക്കി എറിയല്ലേ എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തത്. ഞാനത് മാറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മാർച്ചിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ, കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി, അടിച്ചാൽ തിരിച്ചടിക്കും, കൊടുത്താൽ കൊല്ലം കിട്ടും എന്ന് പറഞ്ഞല്ലോ. ഞാനൊരു വാചകം ആവർത്തിക്കുന്നു. കന്യാകുമാരി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിയവരുടെ പേരുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു പ്രതിഷേധങ്ങളൊക്കെ കനത്ത് സംഘർഷാവസ്ഥയിലേക്കൊക്കെ 2-3 ദിവസമായിട്ട് മാറുന്നുണ്ട്. പോലീസിനെതിരെയുള്ള ആക്രമണങ്ങളിലേക്കൊക്കെ കഴിഞ്ഞ ദിവസം പ്രവർത്തകർ തിരിയുന്നത് നമ്മൾ കണ്ടതാണ്. നേതാക്കൾ പതിവ് കോൺഗ്രസിന്റെ സമര രീതികളിൽ നിന്ന് വിഭിന്നമായിട്ട് നേതാക്കൾ കളത്തിലിറങ്ങി പ്രവർത്തകർക്ക് ഊർജ്ജം നൽകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു പ്രതിഷേധങ്ങൾ അവർക്ക് ഗുണകരമായിട്ടുള്ള രീതിയിലേക്ക് വരുമോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് കാര്യമായിട്ട് തന്നെ ഒരു സഹതാപം ജനങ്ങൾക്കിടയിലുണ്ട്. അതിന്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കാണ്. കാര്യമായിട്ട് തന്നെ അക്രമം ഇവർക്ക് നേരെ അഴിച്ചുവിടുകയും ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ, ഗുണ്ടായിസം ഇവർക്ക് നേരെ കാണിക്കുകയും ചെയ്തത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. നമ്മൾ നവകേരള സദസ്സിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തപ്പോൾ, ആദ്യഘട്ടത്തിൽ വീഡിയോ ചെയ്തപ്പോൾ തന്നെ നവകേരള സദസ്സിലെ ഡിവൈഎഫ്ഐയുടെ ഈ ഒരു അക്രമത്തെ കുറിച്ചിട്ടാണ് പറയേണ്ടി വന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാത്രമാണോ മർദ്ദിച്ചത്? അല്ല, പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ പരാതി കൊടുക്കാനെത്തിയ യൂട്യൂബറെ അടക്കം മർദ്ദിച്ച സംഭവം നമ്മൾ കണ്ടതാണ്. മലപ്പുറത്ത് നിന്ന് യൂട്യൂബറായിട്ടുള്ള വ്യക്തി പരാതി കൊടുക്കാനെത്തുന്നു. അവിടെ നിന്നുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കയ്യേറ്റം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. മാധ്യമങ്ങളെ കയ്യേറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനുശേഷം ഒത്തുതീർപ്പ് എന്നുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇവിടെയൊക്കെ ആഭ്യന്തര വകുപ്പിനെതിരെ ശക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട, വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ചില സംഭവങ്ങളുണ്ട്. അതിനുശേഷം കേരള ജനത വ്യക്തമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടതിന് ശേഷവും മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റു മന്ത്രിമാർ ഈ ഒരു പ്രവർത്തകരെ, ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. യൂട്യൂബർ അടക്കമുള്ള
വ്യക്തികളെ ഈ ഒരു പരിപാടി അലമ്പാക്കാൻ വന്ന ആളുകൾ എന്നുള്ള തരത്തിൽ വിളിച്ചാക്ഷേപിക്കുന്നതൊക്കെ നമ്മൾ ആ ഒരു ഘട്ടത്തിൽ കണ്ടതാണ്. ജനങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചതാണ്. ആ ഒരു ടോട്ടൽ സീനിൽ നിന്ന് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി, ജനങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിച്ചുവിടാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് SFI ഗവർണർക്കെതിരെ ഒരു സമരം നടത്തുകയുണ്ടായി. ഇവിടെ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഗവർണർ ഇവിടെ ഒരു ക്രമസമാധാന ഇഷ്യൂ ഉണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ആരോപിക്കുന്നു. SFI പ്രവർത്തകരെ ഗുണ്ടകളോട് മുമ്പിക്കുന്നു. എന്നാൽ ആ ഒരു ക്രമസമാധാന ഇഷ്യൂ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് അതിന് സാധിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ്. ഈ 2-3 ദിവസങ്ങളായിട്ട് കാര്യമായിട്ട് തന്നെ സംഘർഷം എല്ലാ മേഖലകളിലും ഉണ്ടാവുന്നുണ്ട്. നവകേരള സദസ്സിനോടനുബന്ധിച്ച് അൺഒഫീഷ്യൽ ആയിട്ടുള്ള കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 45,000-ഓളം പരാതികൾ ലഭിച്ചു, അതിൽ കൂടുതൽ ലഭിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതേ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകളെ ഒന്ന് ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 2000-ൽ താഴെയുള്ള പരാതികൾക്കാണ് പരിഹാരം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകൾ വീണ്ടും ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2000-ലധികം പ്രവർത്തകർക്കെങ്കിലും നവകേരള സദസ്സിനോടനുബന്ധിച്ച്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെങ്കിലും നവകേരള സദസ്സിനോടനുബന്ധിച്ച് അടി കിട്ടിയിട്ടുണ്ടാവും. പോലീസ് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIയെ പരിപാലിക്കുന്നതും യുവജന സംഘടനയായിട്ടുള്ള DYFI പ്രവർത്തകർക്ക് സുരക്ഷ ഒരുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു ഘട്ടത്തിൽ പോലും, അത്രയധികം സംരക്ഷണം അവർക്ക് കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ക്രമസമാധാനത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് പോലീസ് വണ്ടി അടിച്ചു തീർക്കുന്ന SFI DYFI പ്രവർത്തകരെയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ചാലക്കുടിയിൽ SFI DYFI പ്രവർത്തകർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. ആഴ്ചയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് പിന്നാലെ ആഹ്ലാദ പ്രകടനം നടത്തി മടങ്ങുമ്പോൾ ജീപ്പിന്റെ കണ്ണാടി തകർത്തു. ജീപ്പ് ആക്രമിച്ച DYFI പ്രാദേശിക നേതാവ് നിതിൻ പുലനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാൾ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. ദൃശ്യങ്ങളിലേക്ക്. എന്ത് കോൺഫിഡൻസിലാണ് അവർ ആ ഒരു നടപടിയിലേക്ക് പോകുന്നത്? 3-4 പ്രവർത്തകർ ചേർന്നിട്ടാണ് ആ ഒരു പോലീസ് വണ്ടി ആക്രമിക്കുന്നത്. അവരുടെ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന കുറേയധികം പവേഴ്സാണ്. പോലീസിന് പോലും ഇല്ലാത്ത ചില അധികാരങ്ങൾ ഇവിടെയുള്ള യുവജന സംഘടനകൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ വലിയ കാര്യമായിട്ടുള്ള ഒരു സാധ്യത ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധത്തിനിടയിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ പിങ്ക് പോലീസ് വാഹനമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. അവിടെയൊക്കെ അത്രയധികം പ്രതിഷേധക്കാരുണ്ട്. അത്ര വലിയൊരു പ്രതിഷേധമാണ്. അവിടെയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. എന്നാൽ ഈ DYFI SFI പ്രവർത്തകരുടെ ആക്രമണം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സാഹചര്യത്തിലാണ്. അത് ഓവർ കോൺഫിഡൻസിന്റെ പുറത്തുള്ള, തിണ്ണമെടുക്കിന്റെ പുറത്തുള്ള ചില പരിപാടികളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എനിക്ക് അദ്ദേഹത്തോട് നിർദ്ദേശിക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളോട് സൂചിപ്പിക്കാനായിട്ടുള്ള, അടിയന്തരമായി നവകേരള സദസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മനോനില ഏതെങ്കിലും കൊള്ളാവുന്ന ആശുപത്രിയിൽ പോയി കൊള്ളാവുന്ന ഡോക്ടറെ കണ്ട് കൊള്ളാവുന്ന പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. കാരണം ഒരു ഏകാധിപതിയുടെ മനോനിലയിലേക്ക് അദ്ദേഹം പൂർണ്ണമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം തെരുവുകുട്ടിയുടെ മനോനിലയിലായിരുന്നെങ്കിൽ ഇന്നലെ തൊട്ട് അദ്ദേഹം ഒരു ഏകാധിപതിയായി മാറിയിരിക്കുകയാണ്. അടി, തിരിച്ചടി, മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമൊക്കെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. കൈരളി TV റിപ്പോർട്ടർക്ക് നേരെ കടന്നു കയറിയിട്ടാണ് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള ആളുകൾ ചില പരാമർശങ്ങളൊക്കെ നടത്തുന്നത്. അതൊക്കെ ഭയങ്കര രസകരമായിട്ട് തോന്നി. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈരളി TV റിപ്പോർട്ടറെ മർദ്ദിച്ച ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. വലിയ വാർത്തയൊന്നും ആയില്ല. നവകേരള സദസ്സ് അവസാനിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ വലിയ സംഘർഷമാണ് നാട് ഒട്ടുക്കും നടക്കുന്നത്. 2 പ്രധാനപ്പെട്ട വാർത്തകളെക്കുറിച്ചും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നടൻ കൃഷ്ണകുമാറിനെതിരെ ഇന്നലെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. നടൻ കൃഷ്ണകുമാറിനെതിരെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഒരു കേസ് എടുത്തിരിക്കുകയാണ്. ദിനുവേലിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു കേസ് എടുത്തിരിക്കുന്നത്. കുഴിക്കഞ്ഞി ഓർമ്മകൾ അദ്ദേഹം അയവിറക്കിയതുമായി ബന്ധപ്പെട്ട ജാതീയമായിട്ടുള്ള അൺടച്ചബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അതേപോലെ മറ്റൊരു കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മറിയക്കുട്ടി ചേട്ടത്തി പിച്ചച്ചട്ടിയുമായിട്ട് മുഖ്യമന്ത്രിക്കെതിരെ പെൻഷൻ കിട്ടാത്തതിന് പ്രതിഷേധിച്ച മറിയക്കുട്ടി ചേട്ടത്തി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചേട്ടത്തിക്ക് മാത്രം പെൻഷൻ പോരാ, എല്ലാ ആളുകൾക്കും പെൻഷൻ വേണമെന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിലപാടൊക്കെ എടുത്ത് അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള രീതിയിലേക്ക് അധിക്ഷേപിക്കുന്നത് കോടതി സീരിയസ് ആയിട്ട് തന്നെ നോക്കിക്കണ്ട് അതിനെയൊക്കെ വിമർശിച്ചിരുന്നു. അത്തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള സംഭവങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.